നമസ്കാരം. ഇടുക്കി ലൈവിന്റെ വോക്ക് ദ റൈറ്റ് പാത്ത് പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഞങ്ങൾക്ക് ലഭിച്ച ഒരു മെയിലിന് മറുപടിയുമായിട്ടാണ് ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത്. നാറ്റ എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തെക്കുറിച്ച് അല്ലെങ്കിൽ അവർ നടത്തുന്ന ഒരു പരീക്ഷയെക്കുറിച്ച്, ആർക്കിടെക്ട് മേഖലയിലുള്ള ഈ പ്രവേശന പരീക്ഷയെക്കുറിച്ച് ഒന്ന് വിശദമാക്കി തരാവോ എന്നുള്ള ഒരു ചോദ്യമാണ് നമ്മൾക്ക് ലഭിച്ചിരുന്നത്. അതിന് മറുപടിയുമായിട്ടാണ് ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, ആർക്കിടെക്ട് രംഗത്ത് അല്ലെങ്കിൽ ആ ഒരു മേഖലയിൽ വളരെ ഒരു മികച്ച ഒരു കരിയർ ആഗ്രഹിക്കുന്നവർക്ക് അപ്പിയർ ചെയ്യാൻ പറ്റിയ, അതായത് +2 കഴിഞ്ഞ ഒരാൾക്ക് പഠിക്കാൻ പറ്റിയ നല്ല സ്ഥാപനങ്ങൾ, ആ സ്ഥാപനത്തിൽ പഠിക്കാനുള്ള ഏറ്റവും മികച്ച ഒരു എൻട്രൻസ് പരീക്ഷയാണ് നാറ്റ, നാഷണൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഇൻ ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. ഈ പരീക്ഷയുടെ വിശദ വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നാം ചർച്ച ചെയ്യുന്നത്. ഇന്ത്യയിലെ ആർക്കിടെക്ചർ വിദ്യാഭ്യാസത്തെയും പ്രൊഫഷനെയും നിയന്ത്രിക്കുന്ന കേന്ദ്ര സ്ഥാപനമായ കൗൺസിൽ ഓഫ് ആർക്കിടെക്ചർ 5 വർഷത്തെ BR പ്രോഗ്രാമിലേക്ക് നടത്തുന്ന ഒരു പ്രവേശന പരീക്ഷയാണ്, അല്ലെങ്കിൽ അഭിരുചി നിർണ്ണയിക്കാൻ നടത്തുന്ന ഒരു പരീക്ഷയാണ് നാറ്റ, അല്ലെങ്കിൽ നാഷണൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഇൻ ആർക്കിടെക്ചർ എന്ന പേരിൽ അറിയപ്പെടുന്ന പരീക്ഷ. ഒരുപാട് മാറ്റങ്ങളോടുകൂടിയാണ് ഈ പ്രാവശ്യത്തെ നാറ്റയ്ക്കുള്ള അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. ഈ തവണ ഏറെ പ്രാവശ്യം നാറ്റ പരീക്ഷ നടത്തും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. 2024 ഏപ്രിൽ മുതൽ ജൂലൈ വരെയുള്ള എല്ലാ വാരാന്ത്യങ്ങളിലും ശനി ഞായർ ഉൾപ്പെടെയുള്ള ദിവസങ്ങളിൽ 2 സെഷനുകളിലായിട്ട് 180 മിനിറ്റ് വീതമുള്ള പരീക്ഷകൾ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് പ്രധാനമായിട്ടും അറിയാൻ സാധിക്കുന്നത്. രാവിലെ 10 മുതൽ 1 വരെയും 1:30 മുതൽ 4:30 വരെയുമാണ് ഇതിൻ്റെ ടൈം എന്ന് പറയുന്നത്. താല്പര്യമുണ്ടെങ്കിൽ 3 പ്രാവശ്യം വരെ പരീക്ഷ എഴുതാം കുട്ടികൾക്ക്. അതുപോലെ തന്നെ ഏറ്റവും മെച്ചപ്പെട്ട സ്കോർ നമ്മൾ അഡ്മിഷനായിട്ട് സ്വീകരിക്കും എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഒന്ന്, പരീക്ഷ എഴുതി 2 അക്കാദമിക വർഷത്തേക്കെങ്കിലും ഇത് സ്കോറിന് സാധ്യതയുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതാണ് ഈ പരീക്ഷയുടെ ഏറ്റവും അപ്ഡേറ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു പ്രധാന മാറ്റം എന്ന് പറയുന്നത്. ഇനി പരീക്ഷാ കേന്ദ്രങ്ങൾ കേരളത്തിലും വിദേശ രാജ്യങ്ങളിലുമൊക്കെ എവിടെയൊക്കെ ഉണ്ടായിരിക്കും എന്നുള്ള കാര്യത്തെക്കുറിച്ച് കുട്ടികൾക്ക് വളരെ ആശങ്കയുണ്ട്. നമ്മുടെ കേരളത്തിൽ തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ഉൾപ്പെടെയുള്ള സെന്ററുകൾ ഉണ്ടായിരിക്കും. ഇന്ത്യയിലെ വിവിധ കേന്ദ്രങ്ങളിൽ വെച്ചും ഈ നാറ്റ, നാഷണൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഇൻ ആർക്കിടെക്ചർ നടക്കും. ഒപ്പം തന്നെ വിദേശ കേന്ദ്രങ്ങളുടെ ലിസ്റ്റ് ഇതുവരെ വെബ്സൈറ്റിൽ ലഭ്യമായിട്ടില്ല. ദുബായ്, ബഹ്റൈൻ, ദോഹ, കുവൈറ്റ്, മസ്കറ്റ്, റിയാദ് എന്നിവിടങ്ങളിലെല്ലാം പരീക്ഷ കേന്ദ്രങ്ങൾ സാധാരണ പതിവാണ് എന്നുള്ള കാര്യം വളരെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. ഇനി പരീക്ഷ എങ്ങനെയാണ്, പരീക്ഷയുടെ സിലബസ് എങ്ങനെയാണെന്നുള്ള കാര്യം ഓരോ ആർക്കിടെക്ചർ രംഗത്തേക്ക്, പ്രത്യേകിച്ച് BR പോലുള്ള ഒരു കോഴ്സ് പഠിക്കാനായിട്ട് താല്പര്യമുള്ള വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അതിൽ ഒന്നാമത്തെയാണ് പാർട്ട് A എന്നും പാർട്ട് B എന്നും തിരിച്ചിട്ടുണ്ട്. പാർട്ട് Aയിലെ A ഡ്രോയിങ്, കോമ്പോസിഷനാണ്. ഓഫ്ലൈൻ ആയിട്ട് 3 ചോദ്യങ്ങൾ ഉണ്ടാവും. 80 മാർക്കിൻ്റെ 90 മിനിറ്റിലുള്ള പരീക്ഷയായിരിക്കും. അതിൽ A1 വരുന്നത് ഒരു ചോദ്യം കോമ്പോസിഷൻ ആൻഡ് കളറുമായി ബന്ധപ്പെട്ടാണ്, 25 മാർക്കാണ്. വിവിധ സാഹചര്യങ്ങൾക്ക് യോജിച്ച രചനകൾ സൃഷ്ടിച്ച് നിറം പകരുക, വിവിധ രൂപങ്ങൾ ആകർഷകമായി എടുക്കാം, നിറം നൽകുക ഒക്കെയാണ് അതിൽ വരുന്നത്. A2 വരുന്നത് ഒരു ചോദ്യം 3D കോമ്പോസിഷനുമായി ബന്ധപ്പെട്ടാണ്, 30 മാർക്കിൻ്റെയാണ്. കെട്ടിടങ്ങൾ, അവയുടെ ഭാഗങ്ങൾ, ജനലുകൾ, പരിസ്ഥിതി, കൃത്യമായ സ്കെയിൽ, അനുപാതം, ടെക്സ്ചർ, ഷെയ്ഡ്, നിഴൽ എന്നിവ പരിഗണിച്ച് സാധനങ്ങൾ ഭാവനാത്മകമായ രീതിയിൽ അല്ലെങ്കിൽ ഭാവനയിൽ വരച്ചുണ്ടാക്കുക എന്നുള്ളതാണ്. Aയിലെ തന്നെ മൂന്നാമത്തേത് ഒരു ചോദ്യം സ്കെച്ചിങ് ആൻഡ് കോമ്പോസിഷൻ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്, 25 മാർക്കാണ്. തന്നിരിക്കുന്ന ഉപകരണങ്ങൾ ഉപയോഗിച്ച് നിർദ്ദിഷ്ട സാഹചര്യത്തിൽ രസകരമായ ത്രിമാന രൂപങ്ങൾ ചിത്രീകരിക്കുക എന്നുള്ളതാണ്. ആകെ 3 ചോദ്യങ്ങൾക്ക് 80 മാർക്കാണ് ഇതിൽ നൽകിയിരിക്കുന്നത് 90 മിനിറ്റിൽ. അതാണ് പാർട്ട് A എന്ന് പറയുന്നത്. ഇനി പാർട്ട് Bയിലേക്ക് പോകാം. കമ്പ്യൂട്ടർ ഉപയോഗിച്ചുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യങ്ങളാണ്, 90 മിനിറ്റ് ഉണ്ട്. B1 30 ചോദ്യം ഉണ്ടാകും, 2 മാർക്ക് വീതം, 60 മാർക്ക്. B2 15 ചോദ്യം, 4 മാർക്ക് വീതം, 60 മാർക്കുണ്ടാകും. ആകെ 45 ചോദ്യങ്ങൾക്ക് 120 മാർക്കാണ് ലഭിക്കുക എന്നുള്ള കാര്യം കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. പാർട്ട് Bയിൽ ഇനി പറയുന്ന വിഷയങ്ങളും ചോദ്യങ്ങളും ഉണ്ടായിരിക്കും. വിഷ്വൽ റീസണിങ്, ദെൻ ലോജിക്കൽ ഡെറിവേഷൻ, ആർക്കിടെക്ചർ ഡിസൈനിങ്, അതുപോലെ തന്നെ ഇംഗ്ലീഷ് പ്രാവീണ്യം,
രൂപകൽപ്പനയിലെ സവിശേഷത, അതുപോലെ തന്നെ ഡിസൈൻ തിങ്കിങ്, ന്യൂമറിക്കൽ എബിലിറ്റി എന്ന് ഉള്ള രീതിയിലായിരിക്കും ചോദ്യങ്ങൾ ഉണ്ടാവുക. പാർട്ട് എയും പാർട്ട് ബിയും കൂടി 200 മാർക്കാണ് വരിക. അതുപോലെ തന്നെ മാത്തമാറ്റിക്സിലെ ലളിത പാഠങ്ങൾ, ഭാഷയും വ്യാഖ്യാനവും രൂപകൽപ്പനയും പ്രാഥമിക തത്വങ്ങൾ, അതുപോലെ തന്നെ എസ്തെറ്റിക്, അതുപോലെ തന്നെ വർണ്ണ സിദ്ധാന്തങ്ങൾ, പുതുചിന്ത, ദൃശ്യബോധം, ചിത്ര അലങ്കാരങ്ങൾ, ഇവയെല്ലാം മേഖലയിൽ നല്ല വൈവിധ്യമാർന്ന ചോദ്യങ്ങൾ ഇതിലുണ്ടാവും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം ആണ്. അപ്പോൾ തന്നെ ഒരു ചിത്രരചനയിൽ ഒരു വൈഭവം ഉണ്ടെന്ന് വിചാരിച്ച് വെറും കൈയോടെ ടെസ്റ്റിന് പോയാൽ നല്ല മാർക്ക് കിട്ടിയെന്ന് വരില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നാറ്റയുടെ പഴയ രീതി അല്ലെങ്കിൽ നാറ്റയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ മനസ്സിലാക്കി കൃത്യമായ തയ്യാറെടുപ്പുകളോടെ പോയാൽ മാത്രമേ ഈ പരീക്ഷ നമുക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രവേശന യോഗ്യത എന്ന് പറയുന്നത് ഇനി പറയുന്ന ഏതെങ്കിലും പരീക്ഷയിൽ ജയിക്കുകയോ പരീക്ഷയ്ക്ക് എഴുതാനിരിക്കുകയോ ചെയ്യുന്നവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതിലൊന്നാമതായിട്ട് അവരുടെ ഇതിൽ പറയുക മാത്തമാറ്റിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി അടങ്ങിയ +1 ആണ്. +1 ക്ലാസ്സിലുള്ളവർക്കും എഴുതാം. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു 2 വർഷം വരെ വാലിഡിറ്റി ഉണ്ട് ഈ ഒരു എക്സാം പാസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ. പിന്നെ രണ്ടാമത്തെ മാത്തമാറ്റിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി അടങ്ങിയ 12ാം ക്ലാസ് പാസ്സായിരിക്കണം. മറ്റൊന്ന് 3 മാത്തമാറ്റിക്സ് അടങ്ങിയ 3 വർഷ ഡിപ്ലോമ. പക്ഷെ BR പ്രവേശനത്തിന് ആർക്കിടെക്ചർ കൗൺസിൽ നിർദ്ദേശിച്ചിട്ടുള്ള യോഗ്യത തന്നെ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ അതനുസരിച്ച് BR പ്രവേശനത്തിന് മാത്തമാറ്റിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി അടങ്ങിയ +2 പരീക്ഷയിൽ എല്ലാ വിഷയങ്ങളും ചേർത്ത് 50 മാർക്ക് നേടിയിരിക്കണം. മാത്തമാറ്റിക്സ് ഉൾപ്പെടെ 3 വർഷത്തെ ഡിപ്ലോമയിൽ മൊത്തം 50% മാർക്ക് ആയാലും മതി. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിൻ്റെ അപേക്ഷ നാറ്റ രജിസ്ട്രേഷൻ ഫെബ്രുവരി 1 കൃത്യം ആരംഭിക്കുമെന്നാണ് അറിയാൻ സാധിച്ചത്. അപേക്ഷ സമർപ്പിക്കുന്നതിന് ബ്രോഷറിൻ്റെ രീതി ബ്രോഷറിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അപേക്ഷ സമർപ്പിക്കേണ്ട രീതി കാര്യങ്ങളെക്കുറിച്ച് ബ്രോഷറിൽ കൃത്യമായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട്. ആദ്യ 1-2 ടെസ്റ്റിന് അപേക്ഷിച്ചിട്ട് പിന്നീട് കൂടുതൽ ടെസ്റ്റിന് അപേക്ഷിച്ചാൽ ഫീസ് ഇളവ് കിട്ടില്ല എന്നുള്ള കാര്യം കൃത്യമായി അറിഞ്ഞിരിക്കുക. A പാർട്ടിൽ 20, B പാർട്ടിൽ 30, ആകെ 200 മാർക്കിൽ 70 എന്ന ക്രമത്തിൽ നേടിയെങ്കിൽ മാത്രമേ നാറ്റ യോഗ്യത ലഭിക്കൂ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി ഇതിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, നാറ്റയിൽ സ്കോർ നേടിയത് കൊണ്ട് മാത്രം BRക്കിന് പ്രവേശനം കിട്ടില്ല എന്നുള്ളതാണ്. പ്രവേശന അധികാരികൾ പുറപ്പെടുവിക്കുന്ന വിജ്ഞാന പ്രകാരം യഥാസമയം അപേക്ഷിച്ചെങ്കിൽ മാത്രമേ ലഭിക്കൂ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. NIT ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളുടെ പ്രവേശനത്തിന് JEEയുടെ ഭാഗമായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തുന്ന ആർക്കിടെക്ചർ അഭിരുചി പരീക്ഷയിലെ സ്കോർ നാറ്റ സ്കോറിന് പകരമായി BR പ്രവേശനം ഉപയോഗിക്കാമെന്ന് കൗൺസിൽ ഓഫ് ആർക്കിടെക്ചർ അംഗീകരിച്ചിട്ടുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് ഇവരുടെ വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് സന്ദർശിക്കാവുന്നതാണ്. അപ്പോൾ നാറ്റയുടെ വന്നിരിക്കുന്ന മാറ്റങ്ങൾ, നാഷണൽ ആപ്റ്റ്യൂഡ് ടെസ്റ്റ് ഇൻ ആർക്കിടെക്ചറിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ പൂർണ്ണമായും നിങ്ങൾ ഇതിൻ്റെ ബ്രോഷറും പ്രോസ്പെക്ടസും ഒക്കെ കൃത്യമായി വായിച്ച് മനസ്സിലാക്കും എന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ ഈ പരീക്ഷ ഈ ആർക്കിടെക്ചർ രംഗത്തേക്ക് മികച്ച ഒരു കരിയർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, തീർച്ചയായും ഇന്ത്യയിലെ മികച്ച സ്ഥാപനങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് വയ്ക്കാവുന്ന ഏറ്റവും നല്ല ഒരു ഓപ്ഷനായിട്ട് ഇതിനെ പരിഗണിക്കാവുന്നതാണ്. അപ്പോൾ ഇതിന് തയ്യാറെടുക്കുന്ന എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് നേരുന്നു. ഒപ്പം തന്നെ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മറ്റ് കരിയർ മേഖലയുമായി ബന്ധപ്പെട്ട്, തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ മെയിൽ ID എന്ന് പറയുന്നത് walktherightpath01@gmail.com എന്നുള്ളതാണ്. അപ്പോൾ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. സൈനിങ് ഔട്ട് ബൈ ബിപിൻ. താങ്ക് യു. ന്യൂസ്, അഡ്വർടൈസിംഗ്, ഇവന്റ്സ്, ലൈവ്, ബ്രാൻഡിംഗ്, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, മീഡിയ പ്രൊഡക്ഷൻസ്, ശബ്ദ ദൃശ്യ വിസ്മയങ്ങളുമായി ഇടുക്കി ലൈവ് മീഡിയ പ്രൊഡക്ഷൻസ്, ITI ജംഗ്ഷൻ, കട്ടപ്പന.